ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഓടിത്തുള്ളി എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൂണാണ്. അപ്പോൾ തലേദിവസം ചേട്ടൻ കുറച്ച് മുല്ലപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ആണ് കുഞ്ഞിപ്പെണ്ണിന് ആട്ടൽ. പിന്നെ ഞാൻ വേദനിക്കുമെന്ന് വിചാരിച്ച് അങ്ങ് ഊരി മാറ്റി. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ മുണ്ട് ഉടുപ്പിച്ചു. അങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി നിർത്തി. അങ്ങനെ 10 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് സമയം പറഞ്ഞിരുന്നത്. ഓഗസ്റ്റ് 29 ആയിരുന്നു ചോറൂണ്. അപ്പോൾ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അമ്പലത്തിലെ ചേട്ടൻ വന്ന് വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ ചേട്ടനും ഞാനും ഇരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 30-31 കല്യാണമുണ്ട്. അമ്മയുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ചേച്ചിക്ക് ലീവ് കിട്ടത്തില്ല, എല്ലാത്തിനും കൂടെ ലീവ് കിട്ടത്തില്ലല്ലോ, ഹോസ്പിറ്റലിലല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ലീവ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൂണിന് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ കൊണ്ട് കൊടുത്തു. തിരുമേനി തീർത്ഥമൊക്കെ ചേട്ടൻ്റെ ഒഴിച്ചു കൊടുത്തു, കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് കൊടുപ്പിച്ചു. അത് കഴിഞ്ഞ് നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. ഈ നിൽക്കുന്നതാണ് എൻ്റെ അമ്മ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ ഒരുപാട് പേര് തൊഴാൻ വന്നിരുന്നു. നമ്മുടെ അവിടെ ഉള്ളവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുമേനി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ആദ്യമായിട്ടല്ലേ ചോറൂണൊക്കെ കൊടുക്കുന്നത്, അങ്ങനെ ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ തിരുമേനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ എല്ലാ തിരുമേനി പറയുന്ന പോലെ ചെയ്തു കൊടുത്തു. നമ്മൾ വീട്ടിൽ നിന്ന് വറ്റൽമുളകും പപ്പടവും തൈരും ഉപ്പും ഒക്കെ കൊണ്ടുപോയി. പിന്നെ അമ്പലത്തിൽ നിന്ന് പടച്ചോറും പായസവും ഒക്കെ അമ്പലത്തിൽ നിന്ന് എടുത്തു. പിന്നെ ഞാൻ പായസമാണ് കൊടുത്തത്. പായസം കൊടുത്തപ്പോഴത്തേക്കും നല്ല ഞൊട്ടി കഴിക്കുന്നുണ്ട്. അതിനൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ചോറ് കൊടുത്തു, പടച്ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ അമ്മ കൊടുത്തു. ഇതാണ് ചേട്ടൻ്റെ അമ്മ. കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അങ്ങനെ അമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ്റെ അനിയനും കൂടി വന്നു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണെങ്കിൽ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എല്ലാവരും എൻ്റെ വായിലൊക്കെ വെച്ച് തരുന്നല്ലോ എന്ന്. പിന്നെ അതിന് ശേഷം അനിയൻ്റെ ഭാര്യ വന്നു കൊടുത്തു, അനിയത്തി. അപ്പോൾ അതിന് ശേഷം കുഞ്ഞിപ്പെണ്ണിനെ പിന്നെ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തൊഴിയിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് 2-3 ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരി കിടത്തിയാണ്. എന്തായാലും കുഞ്ഞിപ്പെണ്ണ് അടങ്ങി കിടക്കത്തില്ല. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഫുൾ ഓണാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ പാലുകാച്ചിൻ്റെയും ഒക്കെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ താമസിച്ചു, എന്നാലും സാരമില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്.